ഹലോ, ഹിറ്റ്മിയിലോടുന്ന യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. എല്ലാവരും പറയുന്നതാണ് എന്നും എന്തോ കൂട്ടാൻ വെക്കുന്നേ, തോരൻ വെക്കുന്നേ. ചിലർ പറയും തോരൻ എന്തും വെക്കാം, പക്ഷെ ഒഴിക്കാൻ എന്തുണ്ടാക്കണമെന്ന് അറിയാൻ വയ്യാത്ത. അപ്പോൾ അതുകൊണ്ടാണ് ഈ ദിവസങ്ങളിൽ ഞാൻ ചില റൈസുകളുടെ റെസിപ്പി ഇടുന്നത്. ഓൾറെഡി എഗ് പുലാവിന്റെ ഇട്ടു, വെജിറ്റബിൾ പുലാവിന്റെ ഇട്ടു. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ടൊമാറ്റോ റൈസ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം. നമുക്ക് ഇത് കഴിക്കാൻ വേറെ കൂട്ടാന്റെ ആവശ്യമൊന്നുമില്ല, വേറെ സൈഡ് ഡിഷ് ഒന്നും വേണ്ട. തൈരുണ്ടെങ്കിൽ അത് മാത്രം മതി, വേണമെന്നുണ്ടെങ്കിൽ സലാഡ് ഉണ്ടാക്കാം, അച്ചാറുണ്ടെങ്കിൽ എടുക്കാം. ഇതൊന്നും ഇല്ലാതെയും നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാം. 5 മിനിറ്റിൽ താഴെ സമയം മാത്രം മതി ഇതുണ്ടാക്കാൻ. ഇപ്പൊ നമ്മൾ കുക്കറിലാണ് ചെയ്യുന്നത്. അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ നേരത്തെ ഇട്ട വീഡിയോ ഇല്ലേ, വെജിറ്റബിൾ പുലാവ് ഇട്ടു, എഗ് പുലാവ് ഇട്ടു. ആ സെയിം ഫോർമുലയാണ്. നിങ്ങൾക്ക് എണ്ണയും നെയ്യൂടെ വേണമെങ്കിൽ ചെയ്യാം. എണ്ണ മാത്രമായിട്ട് ഒഴിക്കാം, അല്ലെങ്കിൽ നെയ്യ് മാത്രമായിട്ട് ഒഴിക്കാം. ഞാനിപ്പോ ഇവിടെ 3 ടേബിൾ സ്പൂൺ എണ്ണ എടുത്തു, കുറച്ച് നെയ്യും. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട, 4 ഗ്രാമ്പൂ, 1/2 ടീസ്പൂൺ പെരുംജീരകം, അതായത് വലിയ ജീരകം, 2 തണ്ട് കറിവേപ്പില. പിന്നെ ചേർക്കുന്നത് 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ്, 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, 3 പച്ചമുളക് അരിഞ്ഞത്. അപ്പൊ ഇത് ചെറുതായിട്ടൊന്ന് അതിന്റെ പച്ചമണം മാറി ഒന്ന് മൂക്കട്ടെ. അപ്പൊ ഇതങ്ങ് ഒത്തിരി മൊരിക്കല്ലേ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള അരിഞ്ഞത്. ഈ സവാള പകുതിയിൽ കൂടുതലൊന്ന് വയളണേ. വയളാൻ ആവശ്യമായിട്ട് ലേശം ഉപ്പിട്ട് കൊടുക്കാം. അപ്പൊ സവാള ഒത്തിരി അങ്ങ് വയളേണ്ട, ഒരു പകുതി വയണ്ട മതി. ഇനി ഇതിലേക്ക് വലിയ 3 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്. അപ്പോൾ ഈ തക്കാളി ഇങ്ങനെ അരിയാതെ വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ പ്യൂരി ആയിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഇത് എണ്ണയ്ക്കകത്തൊരു 2 മിനിറ്റ് ഒന്ന് വയലട്ടെ. തീ ഞാൻ ലേശം കൂട്ടിയാ വെച്ചേക്കുന്നേ. ഒരു 2 മിനിറ്റ് കഴിഞ്ഞു. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്, ഞാൻ എവറസ്റ്റിന്റെ മേടിച്ചേക്കുന്നത് ഷാഹി ബിരിയാണി മസാല. നിങ്ങൾക്ക് ഏത് കമ്പനിയുടെ വേണമെങ്കിലും എടുക്കാം. ബിരിയാണി മസാല ഏതും എടുക്കാം. ഇനിയിപ്പോൾ ബിരിയാണി മസാല ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം ഗരം മസാല ചേർത്താലും മതി. 1 ടീസ്പൂൺ. അപ്പൊ എക്സ്ട്രാ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. ഈ ബിരിയാണി മസാലയുടെ എരിയുണ്ട്, നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അപ്പൊ എരി അനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് അഡ്ജസ്റ്റ് ചെയ്യാമേ. ഇനി ഇത് നന്നായിട്ട് വെന്തുടയണം ഈ തക്കാളി. അപ്പൊ തീ കൂട്ടിയിട്ട് കരിച്ച് കളയണ്ട, ചെറിയ തീയിൽ കിടന്ന് നന്നായിട്ട് വെന്തുടയട്ടെ. തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞു, സൈഡിൽ നിന്നൊക്കെ എണ്ണ തെളിഞ്ഞു തുടങ്ങി. അതാണ് പരുവം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ഏത് കപ്പിന്, ഏത് ഗ്ലാസ്സിനാണോ എടുത്തത് അതിൽ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം. ഞാനിപ്പോ 1.5 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് 2.25 ഗ്ലാസ് വെള്ളം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. സവാള വഴറ്റിയപ്പോൾ ഉപ്പിട്ടതാണെങ്കിൽ അത് കണക്കാക്കിയേ ഉപ്പ് ചേർക്കാവൂ. ഉപ്പിന്റെ പരുവം എന്ന് പറയുന്നത് എപ്പോഴും വെള്ളത്തിൽ അല്പം ഉപ്പ് മുമ്പിട്ട് നിൽക്കണം. അതാണ് ചോറിനകത്തൂടെ ഉപ്പ് പിടിക്കാൻ പരുവം. ഇനി ഈ വെള്ളം ഒന്ന് തിളക്കട്ടെ. ഇപ്പൊ വെള്ളം നന്നായിട്ട് തിളച്ചു. നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ബസ്മതി അരിയാണ് ഏറ്റവും നല്ലത്. നല്ല നീളമുള്ള ബസ്മതി അരി ആണെങ്കിൽ നമുക്ക് ചോറ് കാണാനും ഒരു ലുക്ക് കിട്ടും. ഇത് ഞാൻ അരമണിക്കൂർ നന്നായിട്ട് കഴുകിയ ശേഷം അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത അരിയാണ്. അപ്പൊ എന്റെ കയ്യിൽ ഈ അരി ബസ്മതി തന്നെയാ, പക്ഷെ അധികം നീളം ഇല്ലാത്തതായി ഈ അരി ഉള്ളത് കൊണ്ട് അത് എടുത്തു തന്നേ ഉള്ളേ. നിങ്ങൾ പുതിയതായിട്ട് മേടിക്കുന്നവരാണെങ്കിൽ നല്ല നീളമുള്ള ബസ്മതി അരി കിട്ടും. ഇനി നമുക്ക് മുകളിലേക്ക് മല്ലിയില, ലേശം പുതിനയില. ഇതിന്റെ മുകളിൽ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ലേശം നെയ്യ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോ ഇടുന്നില്ല. ഇനി നമുക്ക് കുക്കർ അടച്ചിട്ട് വിസിലിട്ടിട്ട് ഫുൾ ഫ്ലെയിമിൽ ഒറ്റ വിസില്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. തീ കൂട്ടിയിട്ട് ഏറ്റവും ഹൈ ഫ്ലെയിമിലായിരിക്കണം. ഒറ്റ വിസിൽ വരുമ്പോൾ തന്നെ ഓഫ് ചെയ്തിടണം. ഫുൾ സ്റ്റീം പോയതിന് ശേഷം മാത്രമേ ഓപ്പൺ ചെയ്യാവൂ. ഇപ്പോൾ ഫുൾ സ്റ്റീം പോയിട്ടുണ്ട്. കറക്റ്റ് ഒരു വിസിൽ വന്നപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടായിരുന്നു. നന്നായിട്ട് വെള്ളം പറ്റി നല്ല പരുവത്തിന് വെന്തിട്ടുണ്ട്. ഞാൻ നേരത്തെ വെജിറ്റബിൾ പുലാവിൽ പറഞ്ഞതുപോലെ ഇത് നമുക്ക് ഒരു 5 മിനിറ്റ് ഇങ്ങനെ തുറന്ന് തന്നെ വെച്ചേക്കാം. നന്നായിട്ട് ആവി പോയതിന് ശേഷം ഇളക്കി പാത്രത്തിലോട്ട് മാറ്റിയാൽ മതി. 5 മിനിറ്റ് കഴിഞ്ഞു. നോക്കിക്കേ, ഒട്ടും അടിക്ക് പിടിക്കുകയോ ഒട്ടിപ്പിടിക്കുകയോ ഒന്നുമില്ല. അപ്പോൾ വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റിയാണ്. കൂട്ടാനൊന്നും വെക്കാൻ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമായിട്ട്. അപ്പൊ നിങ്ങൾ ഇത് ഉണ്ടാക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. വീണ്ടും പുതിയ വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലെസ് യു.